I request you to please. ഒന്ന് വേഗം വിടോ. നമ്പർ മാറ്റാന്നുള്ള കാര്യം നടക്കില്ല. ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാ. Why should I change it? ശ്രീയുടെ ഫ്രണ്ട് അല്ലേ IDGP? ഒന്ന് സംസാരിക്കാമോ പ്ലീസ്? ഇല്ല, വേണമെന്ന് വെച്ചാൽ അവനവന് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. പരിഹരിക്കാനോ? എങ്ങനെ? മനസ്സിലായില്ല. നീ ഒരു ഡോക്ടറാണ്, അത്യാവശ്യം തിരക്കുള്ള ഒരു പീഡിയാട്രിഷ്യൻ. അതിനിടയിൽ എന്തിനാണ് പാതിരാക്കി യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കണം? പാതിരാത്രിക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നത് പകൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോ എന്താ കുഴപ്പം? എന്റെ വീഡിയോ താഴെ വരുന്ന കമന്റ് കണ്ടിട്ടുണ്ട്. സാധാരണ ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോസിൽ ഇടുന്നത്. അതിന് താഴെ വൃത്തിയായിട്ട് കമന്റ്സ് വരുന്നു. വൈ ഷുഡ് ഐ കെയർ അബൌട്ട് ഇറ്റ്? അതൊന്നുമല്ല, ഇത് നീ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ടാവില്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ തലവേദന സൈനസിന്റെയാ, പേടിക്കണമെന്നില്ല കേട്ടോ. മരുന്നൊന്നും വേണ്ട. പിന്നെ ആവി നന്നായി പിടിച്ചോളൂ. ഫാൻ്റെ അതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ സമാധാനമായല്ലോ. ടെൻഷൻ എന്ന് പറഞ്ഞ വേർഡ് കണ്ടുപിടിച്ച ആളായിരിക്കുന്നു. ഇവളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ടെൻഷനൊന്നും വേണ്ട. ശരി, താങ്ക് യു. കേട്ടോ മോളെ, തലയോടെ പറമ്പ് സ്ഥലത്തിന്റെ വിൽപ്പന ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. ആ കാശും ബാങ്കിലെ ലോണും കൂടി കിട്ടിയാൽ ഇവിടെ കോളേജിൽ അടയ്ക്കാനുള്ള കാശ് കിട്ടും. ബാക്കി കാര്യത്തിന് നമുക്ക് ഇവിടെ കാശ് കിട്ടിയാൽ പോരെ. അതിന് ഇവിടെ സമ്മതിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിച്ച് എനിക്ക് ഡോക്ടർ ആവണ്ട. അത് ഞാൻ പാപ്പച്ചോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വർഷത്തെ സമയം തന്നാൽ മതി, ഞാൻ മെറിറ്റിൽ തന്നെ സ്വീകരിച്ചോളാം. കണ്ടില്ലേ, ഇവളെ കൊണ്ടത് പറ്റും കുറുവാച്ച. ഇവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. തരുന്ന സമയം നീ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ കുറുവാച്ചൻ വെറുതെ തല പുകച്ച് ഇവൾക്ക് തലവേദന കൊടുക്കാതിരുന്നാ മതി അല്ലടി? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പിന്നെയും പറഞ്ഞു. അതങ്ങനെയാ. ഓക്കെ അന്ന, ഞാനൊരു 3-4 ബുക്സ് നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാപ്പച്ചയുടെ കയ്യിൽ അത് കൊടുത്തു വിടാം. കുറുവാച്ചനിപ്പം വീട്ടിലേക്കാണോ? അല്ലല്ല, ഞാൻ ഡ്യൂട്ടിയിലാ. ശരി, ഞാൻ കാണാം. എന്നാ ശരി, പോവളെ. ഇപ്രാവശ്യം നമുക്ക് ഫേമസ് ആയിട്ടുള്ള മോഡൽസ് ആരും വേണ്ട, ഏതെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും മതി. പക്ഷെ നല്ല ഭംഗിയുള്ളായിരിക്കും വേണം, അല്ലെങ്കിൽ പണി വാളും. നല്ല ഐഡിയ. ഓക്കെ, ഇതെന്താ ഇത്? ഇത്രയും കറിയോ? നിനക്ക് ഇതന്നെയാണോ ഈ പണി? എനിക്കല്ല, അമ്മയ്ക്കാ. അമ്മയുടെ ഒരു മെയിൻ എന്റർടൈൻമെന്റ് തന്നെ കുക്കിംഗ് ആണ്. പിന്നെ ഇപ്പൊ ഈ യൂട്യൂബൊക്കെ നോക്കാൻ പഠിച്ചതുകൊണ്ട് അതിൽ നോക്കിയിട്ടുള്ള പരീക്ഷകൾ വേറെ. അടിപൊളി. എന്താ ഇത്? ഇതൊക്കെ ഇപ്പോഴും എടുത്തു വെച്ചിരിക്കണോ? മടുക്കില്ലേ? അന്നേക്കാ. നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ? അറ്റാച്ച്മെന്റ് എനിക്ക് മാത്രല്ല, ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവർക്കും അങ്ങനെയാ. ഈ കുറുവാച്ചനല്ലേ ഒരാളെയും മക്കളെയും അല്ലാതെ വേറെ ഒന്നും വിളിക്കാറില്ല. അത്രയ്ക്ക് സ്നേഹ. പണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോ ഞാനന്ന് ഹോസ്റ്റലിലാ. എനിക്ക് സിവിയർ ആയിട്ട് ന്യൂമോണിയ പിടിച്ചു. പോരാത്തതിന് ഭയങ്കര ഹോം സിക്കും ആയിരുന്നു. അന്ന് കുറുവാച്ചനും കുറുവാച്ചന്റെ മകളും അന്നയല്ലേ, അന്നയുടെ മമ്മി, അവരെന്നോട് കാണിച്ച സ്നേഹമില്ലേ, ആ കെയർ, അതൊന്നും ഒരിക്കലും മറക്കില്ല എനിക്ക്. അന്നയുടെ മമ്മി ഇപ്പൊ എവിടെയാ? അന്നയുടെ മമ്മി ടീച്ചറായിരുന്നു. കെട്ടിച്ചു വിട്ടത് കോഴിക്കോടാ. പക്ഷെ ഹസ്ബൻഡിന് കോട്ടയത്തൊരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു ജോലി. ഒരു ദിവസം അന്നയും അച്ഛനും അമ്മയും കൂടെ കോഴിക്കോടേക്ക് ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയതാ മദ്രാസ് മെയിലില്. കടലുണ്ടി എത്തിയതും ബ്രിഡ്ജ് അങ്ങ് കൊളാപ്സായി. 3 ബോഗി വെള്ളത്തിൽ പോയി. അന്നയുടെ അച്ഛനും അമ്മയും ചേർന്ന് 57 പേരാണ് ആക്സിഡന്റിൽ മരിച്ചത്. 5 വയസ്സുള്ള അന്നമോള് മാത്രം എങ്ങനെയോ. I'm telling you, she's a miracle child. പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത അന്നയുടെ ഫോട്ടോ ആയിട്ട്. എന്താല്ലേ, such is life.
നോട്ട് ബാഡ്. പക്ഷെ കുറച്ചും കൂടി നല്ല കുട്ടികൾ വേണ്ടേ? അല്ല ഇതില് തീർച്ചയായും സാർ. ക്യാമ്പസ് ടൂർ ആകുമ്പോൾ എന്നുള്ളത് ഒരു പ്രിവിലേജ് അല്ലല്ലോ. കാണുന്ന ഒരു മോഡൽ സൂപ്പറായാൽ മതി. എൻ്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ഒരു മിനിറ്റ്. രാവിലെ തന്നെ റൂമിലേക്ക് ആ ഓക്കെ എന്നാ പോയിക്കോളൂ. ആ ശ്രീ, അമല, നിന്റെ ഹോസ്പിറ്റലിലെ ഡ്രൈവറില്ലേ, എന്താണ് പുള്ളിയുടെ പേര്? കുറുവാച്ചൻ. പുള്ളിയുടെ ഗ്രാൻഡ് ഡോട്ടറില്ലേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്ന ആ അന്ന. അന്ന, അതെ അതെ. എനിക്ക് അന്നയുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ? എന്തിന്? മനോജ് സാറ് പറഞ്ഞതുപോലെ തന്നെ നീ ഒരു ഡീറ്റെയിൽ കംപ്ലൈന്റ് റെഡിയാക്കും. നമുക്ക് നാളെ തന്നെ അത് കൊടുക്കാം. അത് ഉടനെ ശ്രീറാം അറിയും. അവർ രണ്ടുപേരും നല്ല കമ്പനിയാ ചേരുന്നു. അമല, നിലപാടില്ലാത്ത ഒരു പെണ്ണിനും ഈ സമൂഹത്തിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. ഏത് കാര്യത്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. നിനക്കത് ഉണ്ടായി പറ്റും. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോ ആ മലേഷ്യൻ ട്രിപ്പ്? ഓർമ്മയുണ്ട്. ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് ബീച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ചുമ്മാ ഒരു രസത്തിന് ഫേസ്ബുക്കിൽ ഇട്ടതാ. എന്തായിരുന്നു പുലിവാല്? വീട്ടില് പ്രശ്നം, ഹസ്ബൻഡിന് പ്രശ്നം, അടുത്ത ആഴ്ച എന്റെ ജോലിയും പോയി. എന്നിട്ട് എന്തായി? ഞാൻ എന്റെ റെസിഗ്നേഷന്റെ ആനിവേഴ്സറിക്ക് അതേ ബീച്ചിൽ പോയി ബിക്കിനിയും ഇട്ട് ഹസ്ബൻഡിനെയും കെട്ടിപ്പിടിച്ചിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടു. ഒരു കവിതേ. He's very sensitive. Basically, ലാസ്റ്റ് ടൈം ടു അനസ്തീഷ്യ അല്ലേ? yeah. Last time anesthesia. he was ഡോക്ടർ, Yeah. യു കണ്ടിന്യൂ ഗോയിങ്. ഞാൻ ജോയിൻ ചെയ്യാം പിന്നെ. All right. Okay. ട്രിവാൻഡ്രം ഷോറൂമിന്റെ ആഡ് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അന്ന അതിന് ഓക്കെ ആയിരിക്കില്ലേ? അത് ഓക്കെ ആയാല് അവർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കില്ലേ? നോ ചാൻസ്. എനിക്കൊന്നുമില്ല അവൾക്ക് താല്പര്യം ഉണ്ടാവുന്നു. നീ എന്തിനാ അവിടെ ഗാർഡിയൻ ജമ്പ് ചെയ്യുന്ന? ഒരു ആഡ് ചെയ്ത് ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫിന് അത് ഗുണം ചെയ്യില്ലേ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ? ഒരു ലക്ഷ്യം വെച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അവള്. ഐ ഡോണ്ട് തിങ്ക് ഷീൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദിസ്. നിങ്ങൾ വേറെ ആളെ നോക്ക്. കുറച്ച് ദിവസമായിട്ട് നിന്റെ സംസാരം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ മോളെ, ആ കുറുവാച്ച, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ പോവാ. ശ്രീയുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. ആ ഞാൻ എന്താ വിളിച്ചാന്നറിയോ? നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒന്ന് ഫ്ലാറ്റ് വഴി പോണം. ഓ ഞാനവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് സിറിയ ഡോക്ടർക്ക് നാളെ രാവിലെ തന്നെ ഏൽപ്പിക്കും. ഓ അതിനെന്താ? അന്നെ ഉണ്ടോ അടുത്ത്? കൊടുത്തേ. ആ ശരി മോളെ. ഇതാ ഡോക്ടറെ. ആ ഡോക്ടറെ, ആ അന്ന, ഞാനൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഫാർമസിക്ക് കൊടുക്കണേ. ആ കൊടുക്കാം. അയ്യോ, നീ കുളിച്ചില്ലേ? ഞാൻ വന്നിട്ട് വിളിച്ചോളാം. നമുക്ക് വേറെ ഒരു വീട് നോക്കണം ബാപ്പച്ചി. കുറച്ചുകൂടെ ടൗണിലേക്ക് അടുത്തായിട്ട് എവിടെയെങ്കിലും. ടൗണിലൊക്കെ 10 മിനിറ്റല്ലേ? ആ ബെസ്റ്റ്. ഒരു ബസ് കിട്ടണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം. ആ സജീവങ്ങളിൽ ഓട്ടം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ കൊണ്ടു വിടണേ. എനിക്കാണെങ്കിൽ ഈ വീടും ഇഷ്ടമില്ല. ഒരു പോസിറ്റീവ് എനർജി ഇല്ലാത്തൊരു വീട്. നമുക്ക് സ്ഥലം ഒന്ന് വിറ്റിട്ടുണ്ട് എന്തെങ്കിലും വഴി കാണും. നിന്റെ അമ്മച്ചി പെണ്ണിനും ഇതന്നെയായിരുന്നു ഇഷ്ടം. വെള്ളം ചെറുപ്പൊക്കെ ആയിരുന്നെങ്കിലും മേരിക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ അപ്പ ചാടിയാണ്. മാത്തുക്കുട്ടിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. വൈപ്പില് കുറച്ച് സ്ഥലം വാങ്ങാന്നുള്ളു.
പാപ്പച്ചി ഇല്ല, ക്ലാസ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഞാൻ ബസ്സിൽ കയറിട്ട് വിളിക്കാം, വന്നോണ്ടിരിക്കുക. നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘങ്ങളും മയക്കുമരുന്ന് റാക്കറ്റുകളും പ്രവർത്തിക്കുന്നുവെന്ന മന്ദാരം ടി വി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നഗരത്തിലെ വിഐപികൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ആഡംബര വീട് കേന്ദ്രമാക്കിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. പിടിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം തന്നെ നഗരത്തിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണെന്നുള്ളതാണ് പോലീസിന്റെ ആദ്യ നിഗമനം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ചേട്ടാ സ്റ്റേഷനിലേക്ക് വാ ചേട്ടാ. ബാബു സാറേ, സ്റ്റേഷനിലുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ടോ? സാർ അവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് നിന്റെ പേര്? എന്താണ് നിന്റെ പേര്? എന്താ എന്തോന്ന് കോച്ചിങ് ക്ലാസ് ആയിട്ട് നിനക്ക്? അച്ഛനും അമ്മയെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനായിരിക്കും, എന്നിട്ട് വല്ലവന്റെയും കൂടെ അഴിഞ്ഞാട്ടിട്ട് നിന്റെ. ഓ അത് ശരി. അപ്പൊ ഇതും നിന്റെതാണോ? അവിടെ ബാഗ് ഇറങ്ങി പരിശോധിച്ചോളൂ. ഇട്ട് കളിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. പിടിച്ച് പുറത്താക്കണം ഇവരൊക്കെ. എന്താ സംഭവം? ഇമ്മോറൽ ട്രാഫിക് ആണ് സാർ. ഷാഡോ പോലീസ് കൺഫേം ചെയ്താ, അതിനുശേഷം അറസ്റ്റ് ചെയ്തു. ചെയ്തോ വന്ന് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്ക്. ആ ക്ലിനിക്കിന് ആരെയും വിളിച്ചത് കാണിക്കേ. പിന്നീട് പടിയാവുണ്ട. പെരുമ്പാവൂർ സ്വദേശി സജിമോൻ വാടകയ്ക്കെടുത്തിരുന്ന ആഡംബര വീടുകൾ കേന്ദ്രീകരിച്ച് ദീർഘനാളായി മയക്കുമരുന്ന് വ്യാപാരവും എന്താണോ ഇത് പോലീസ് കണ്ടെത്തി. പത്രക്കാർ പിറകെ ക്യാമറ ആയിട്ട് വന്നില്ലെങ്കിൽ തനിക്കൊന്നും പണിയെടുക്കാൻ പറ്റില്ലേ? തനിക്ക് ആരാ ശമ്പളം തരുന്നത്? സർക്കാരോ ചാനലുകാരോ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തൊരു ശുഷ്കാന്തി! സകല കാര്യങ്ങളും വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ചാനൽ നോക്കിയിട്ട് എഫ്ഐആർ തയ്യാറാക്കാം. താനൊക്കെ എന്നാടോ നന്നാവുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
പത്രക്കാരെയും ടി വിക്കാരെയും കണ്ട് കവാത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ സ്റ്റേഷനിൽ നടക്കില്ല. സകല എണ്ണം പണി മേടിച്ചു കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. സർ, ബോധം കെട്ട് വീണ പെൺകുട്ടി ആ ഗ്യാങ്ങിലുള്ളതല്ല. പിന്നെ അവർക്കാർക്കും ആ പെൺകുട്ടിയെ അറിയത്തില്ല. എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് ബസ് കാത്തുന്ന പെൺകുട്ടിയാണ്. നമ്മൾ അബദ്ധത്തില് ആരാ ഇത്? ആരായി CPO? ഇതാരാന്ന്? CP സുമതി. വിളിക്കവരെ. എന്തായത്? തനിക്ക് സസ്പെൻഷൻ കേട്ടോ. ഈ കുട്ടി ഇന്നസെന്റാ, പക്ഷെ അവരുടെ മുഖം ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. താൻ ഒരൊറ്റ ഒരുത്തി കാരണം. സർ, ആ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മളാ. ഇതൊരു ഇഷ്യൂ ആയിട്ടുണ്ടല്ലോ, അയാൾ വീട്ടിലിരിക്കും ഉറപ്പാ. റെയ്ഡിനിടയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചൊരു സ്ട്രഗിൾ വന്നു. അവിടെ വെച്ച് അബദ്ധത്തിലായി ഈ കുട്ടിയെ പിടിച്ചത്. കേസൊന്നും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായപ്പോ ഉടൻ പറഞ്ഞുവിടാൻ പറയുകയും ചെയ്തു. കുറച്ചു നേരം ഒന്ന് ടെൻഷൻ അടിച്ചു അല്ലേ ദാസേ? ഇവരെ നമ്മുടെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടും. വേണ്ട സാർ, ഓട്ടോയില വന്ന് ഓട്ടോയിൽ പോയി സാർ. കണ്ണി കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടെന്ന് കരുതിയാൽ മതി. എന്തായാലും കൊച്ചിന് ദൈവാധീനമുണ്ട്. അതല്ലേ പോലീസുകാർക്ക് സത്യം ബോധ്യമായത്. അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ നമ്മൾ വീണ്ടും നടക്കേണ്ടി വരും. എനിക്ക് അവളെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇതിയാനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ചോദിച്ചു നോക്കും. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ പിന്നെ പുള്ളി ഒരു അയ്യോബാവെന്ന് വിട്ടുകളഞ്ഞു. എന്തോന്ന് അയ്യോബാവും? ഓണോ മാനം വിട്ട വർഗ്ഗങ്ങൾ. നാളെ നേരം വിളിക്കുമ്പോ പറഞ്ഞു വിട്ടോന്ന് കുട്ടികളെ. എന്റെ പുതിയ വീഡിയോ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പോലീസുകാരും തന്നെ പറയണ്ടേ? ഞങ്ങൾ TV കണ്ടായിരുന്നു. ഒന്നുമില്ല. നാളെ നേരം എടുക്കുമ്പോൾ എല്ലാവരും സത്യം മനസ്സിലാവും. കരയല്ല നമ്മളെ, കരയല്ലേ? Yeah, I'm just getting. Manfo? Thank you, sir. എന്തായി മിനിസ്റ്റർ ബൈറ്റ് സർ, അവരോട് വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. ആ ജിജീനെ ഒന്ന് വിടണേ. ആ വിളിക്കാം സാർ.
ആ റോയ് സാറേ, നമ്മുടെ ബോയ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, മിനിസ്റ്റർ വരാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ അവിടെ എത്തിയത്. രാത്രി നടക്കില്ല, CM കാണാൻ പോലെ. പിന്നെ അവിടെ പോയി എടുക്കലൊക്കെ ചടങ്ങാണ്. ഒന്ന് ഓർമ്മിച്ചാൽ മതി. താങ്ക് യു. സാർ, ഇതെന്താ നാസയുടെ സാറ്റലൈറ്റ് പടാ? ഇതാ പെൺകുട്ടികളെ റെയ്ഡ് ചെയ്ത കേസല്ലേ? അതെ സാർ. എല്ലാവർക്കും ഒരേ വിഷ്വൽസും ഒരേ സ്ക്രോളിങ്, ഒരു സൈഡ് സ്റ്റോറീസും കിട്ടിയിട്ടില്ല ഇതുവരെ. സാർ, രാഹുലിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. PA കുറച്ച് കുഴപ്പക്കാരനാ, അത് അടുപ്പിക്കുന്നില്ല. ലാല പ്ലീസ് ക്യാബിൻ. ബ്രദാ, ആ റൈഡിന്റെ വിഷ്വൽസ് ആ ലാപ്പം തന്നെ. ഇത് അന്ന. അന്ന? ഓൺലി അന്ന? ആ, അന്ന. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ? വേറെ ഇല്ല, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ആ സാർ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ഇവിടെ നല്ല തിരക്കിലാ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ, ഞാൻ എന്താ വിളിച്ചെന്നറിയോ? നമ്മുടെ റെയ്ഡിൽ പിടിച്ച പെൺകുട്ടികളില്ലേ, അവരുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള മാർഗമുണ്ടോ? ചാനൽ ടെലികാസ്റ്റ് ചെയ്യാനാണോ? നോ സാർ, ടെലികാസ്റ്റ് ചെയ്യാനല്ല. ഇവിടെ ആകെ പുകഞ്ഞ് പണ്ടടങ്ങിയിരിക്കുക. CA ആണെങ്കിൽ ആ കലിപ്പില. 2 ദിവസം ഒരു പരിപാടി നടക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. അവിടെ ഉണ്ടോ സാർ? ഹലോ. ദസറ 2010 ജനുവരി 15 വരെയുള്ള വാർത്ത. കണ്ണൊന്നും പിടിക്കുന്നില്ല. ഉണ്ടാവും. ജനുവരി കാലിക്കറ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവം. വ്യക്തിഗത ചാമ്പ്യൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോണാക്, കഥാപ്രസംഗം. എല്ലാത്തിലും A ഗ്രേഡ്. മെയിൽ 2010 ഈ കലാതിലകവും കലാപ്രതിഭയൊക്കെ എടുത്തുകളാണ്. പിന്നെ വ്യക്തിഗത ചാമ്പ്യന്മാര് മാത്രമായി. അത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർ മാത്രം. ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാന കലോത്സവം. അതാണ് ഇത്ര ഓർമ്മ. കോളേജ് 2010 കാലിക്കറ്റ് സംസ്ഥാന ഉത്സവം, സ്കൂൾ കലോത്സവത്തിന്റെ അതിലെ അന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതൊന്നും ഓർമ്മില്ല. ഡയറക്ടർ രാമോഹൻ ബ്രോട്ട. അത് ഏത് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അന്ന കലോത്സവവേദിയിൽ നിന്ന് ചലച്ചിത്ര താരം അന്നം പോലീസ് റെയ്ഡിൽ അറസ്റ്റ്. സംവിധായകൻ രാമോഹന്റെ ചിത്രത്തിലൂടെയാണ് അന്ന ചലച്ചിത്ര ലോകത്തെത്തിയത്. ഇപ്പോ ഇതിലൊരു സൈഡ് സ്റ്റോറിയാണ്. യു ക്യാൻ ഗോ ലൈവ്. ഓക്കെ സാർ, താങ്ക് യു.
അല്ല സാർ ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യണ്ടേ? എന്ത് കൺഫേം ചെയ്യാം? അല്ല ആ കുട്ടി തന്നെയാണ് ഈ കുട്ടിന്ന്. സ്റ്റേഷനിൽ വെച്ച് താനെന്താ കേട്ട കുട്ടിയുടെ പേര്? അന്ന. അന്ന അന്ന ചെറിയത്. ആ അന്ന തന്നെയോടോ, എനിക്ക് ഉറപ്പാ.